നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇബ്രൂസ് ഡയറിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ വിദ്യാഭ്യാസം, മദ്രസ പഠനം, സിനിമാ കാഴ്ചകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്ക് സംഭവിച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു മിസ്സിങ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇച്ചാക്ക മമ്മൂട്ടി ഈ ചന്ദ്രൂർ പഠിക്കാൻ പോയ സമയത്ത് പുള്ളി അവിടെയും ഞങ്ങൾ ചെമ്പിലുമാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുമില്ല. പുള്ളി വലിയ വെക്കേഷനൊക്കെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ അവിടെ പോകുമ്പോൾ കാണും. പക്ഷേ അതിൽ മധുരമായ ഓർമ്മകളൊന്നും മനസ്സിലില്ല. പക്ഷേ അവിടെ ചന്ദ്രൂർ പുള്ളി ഉമ്മയുടെ അനിയത്തി പറഞ്ഞ ഇളയമ്മമാരുണ്ട്. അവരൊക്കെ ഒരേ സമയത്ത് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. പുള്ളി പഠിക്കുന്ന സമയത്ത് തന്നെ 2-3 ഇളയമ്മമാർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ പ്രസവിച്ച അതേ സമയത്ത് എൻ്റെ ഉമ്മയുടെ ഉമ്മയും പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രായത്തിൽ എൻ്റെ മൂത്ത ചാക്കയുടെ പ്രായത്തിൽ ഉമ്മയുടെ ഉമ്മക്കൊരു ആളുണ്ട്, ഒരു ഇളയമ്മ. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നടന്നിരുന്നു. മോളും അമ്മയും ഒക്കെ ഒരുമിച്ച് പ്രസവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ അവിടെ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കുലശേഖരമംഗലത്ത് സ്കൂളിൽ ചേർന്ന് 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പുള്ളിയുടെ അഭിനയത്തിൻ്റെ ഒരു അഭിനിവേശം കയറി തുടങ്ങിയത്. അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി നാടകത്തിൽ അഭിനയിക്കാൻ, സ്കൂൾ നാടകത്തിൽ അഭിനയിക്കാൻ അവരൊരു നാടകമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ അഭിനയിക്കാൻ ഒരാളെ സെലക്ട് ചെയ്ത് മുഹമ്മദ് കുട്ടി, മമ്മൂട്ടിയല്ല അന്ന്, മുഹമ്മദ് കുട്ടിയാണ്. അങ്ങനെ പുള്ളീനെ തിരഞ്ഞെടുത്തു ഇച്ചാക്ക. അപ്പോൾ അതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ 50 പൈസ കൊടുക്കണം. നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ 50 പൈസ കൊടുക്കണം. ഈ 50 പൈസ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ സത്യമായിട്ടും പറയുന്നൊരു കാര്യമാണ്, ഈ 50ൻ്റെ പൈസ എവിടെ കിടന്നാലും ഞാനെടുത്ത് പാത്തു പോകും. കാരണം 50 പൈസക്ക് അന്നുണ്ടായിരുന്നൊരു വില എത്രയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം 35 പൈസ എന്ന സിനിമയ്ക്ക് കാണാൻ ടിക്കറ്റിന്. 35 പൈസ, പിന്നെയും 15 പൈസ അതിൽ ബാക്കിയാണ്. ഈ ഓട്ടക്കാലനയുടെ സമയമൊക്കെ എനിക്കറിയാം. ഞാനൊക്കെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ അന്ന് ഓട്ടക്കാലനെ, ഈ മോഹൻലാൽ പറയുന്ന ഓട്ടക്കാലനയില്ലേ, ആ ഓട്ടക്കാലന പിച്ചട പൈസ അത്. അപ്പോൾ അന്ന് ഈ 50 പൈസ. അപ്പോൾ ഈ ചാക്ക വീട്ടിൽ വന്ന് ഉമ്മാടുത്ത് പറഞ്ഞു. ഉമ്മാടുത്ത് പറഞ്ഞപ്പോൾ 50 പൈസയോ, വലിയ എമൗണ്ടാണ്. 50 പൈസ, ഞാൻ ഇവിടെ 50 പൈസ തരാൻ പറ്റുമെന്ന് ചാക്ക ചോദിച്ചു. ഉമ്മ കൊടുത്തില്ല. വാപ്പാടത്ത് ചോദിക്കണം. ഉമ്മയുടെ പൈസ ഇല്ല, വാപ്പാടത്ത് ചോദിക്കണം പൈസ. അപ്പോൾ വാപ്പാടത്ത് ചോദിക്കാൻ ഉമ്മാക്ക് വേണ്ടി, ചാക്ക് നേരിട്ട് വാപ്പാടത്ത് പൈസ ചോദിക്കാനും വേണ്ടി. അങ്ങനെ പൈസ കിട്ടി, താമസിച്ചു. പക്ഷേ പുള്ളി അത് സംഘടിപ്പിച്ച് ഉമ്മാടുത്ത് പറഞ്ഞ് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് ഈ 50 പൈസ കൊണ്ടുവന്നപ്പോൾ വേറെ 50 പൈസ കൊടുത്ത് ആ റോഡ് വാങ്ങിച്ചു. അങ്ങനെ പുള്ളിയുടെ ആദ്യത്തെ അഭിനയം അവിടെ പാളി. അത് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഒരു കഥ, അത് പുള്ളിയുടെ ജീവിത ആത്മകഥ അംശമുള്ളൊരു പുസ്തകമുണ്ടല്ലോ, ചമയങ്ങളില്ലാതെ, അതിൽ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. അപ്പോൾ 50 പൈസക്ക് അന്നുണ്ടായിരുന്ന വില, ആ വില ഇപ്പോഴും എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എനിക്കൊരു 50 പൈസ കാണുമ്പോൾ 50 പൈസ അല്ലേ, എന്താ അന്ന് 50 പൈസ ഉണ്ടാക്കാൻ എന്ത് പാടാണെന്നറിയോ, അത്രയും കഷ്ടപ്പാടാണ്. സാധനങ്ങൾക്കും അങ്ങനെയാണ് വില, അന്ന് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അത് നടന്നില്ല. പക്ഷേ ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2 തവണ ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും, ഞാൻ ഈ മൂത്ത സിസ്റ്റർ ഇതിൻ്റെ പ്രധാന കഥാപാത്രമാണ്. അവൾ ജീവിച്ചിരിപ്പില്ല, അവൾ പ്രധാന കഥാപാത്രമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് ആണ് മുതിർന്നവർ. പിന്നെ അനിയൻ സക്കറിയ കുറച്ച് വികൃതിയാണ്, അന്നും കുറച്ച് വികൃതി, ഇപ്പോഴും ആ വികൃതിയൊന്നും മാറിയിട്ടൊന്നുമില്ല. അവൻ്റെ കഥ പറഞ്ഞാൽ വലിയ സംഭവമാണ്, അത് പിന്നെ പറയാം. അപ്പോൾ മൂത്ത പെങ്ങൾ, ഞാൻ, പിന്നെ ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കാണ് ഈ സ്കൂളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കണം. അപ്പം ഞങ്ങളെയൊക്കെ അന്ന് തിരഞ്ഞെടുത്തു അതിലേക്ക്. അപ്പം എനിക്ക് തന്നിരുന്നത് ഒരു സ്ത്രീ വേഷം. ഞാൻ സ്ത്രീ വേഷത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പെങ്ങൾ അഭിനയിക്കുന്നത് ശാകുന്തള, ഈ കൊണ്ട് ദർഭമുന കാലിലൊന്ന് വെറുതെ 2 നാല് നടന്നില്ല അതിനു മുമ്പേ കൊണ്ട് ദർഭമുന കാൽ, ആ ഒരു ശാകുന്തളത്തിൽ ആ ഭാവമുണ്ട്, അത് അഭിനയിക്കണം. അതായത് ശാകുന്തള ഈ ദർഭം കാലെ കൊണ്ടിട്ട് തിരിഞ്ഞ് ദുഷ്യൻ നോക്കുന്ന ഒരു സീനാണ്. അപ്പോൾ 2 തോഴിമാരും അനസൂയയും പ്രിയംവദയും ശകുന്തളയും. അപ്പോൾ അനസൂയയും പ്രിയംവദയും 2 പേര്, ശകുന്തള വേറൊരാൾ. ഇതിൽ പ്രിയംവദയോ അനസൂയയോ ആയിരുന്നു എൻ്റെ പെങ്ങൾ. ടാബ്ലോയിഡാണ് അതിൽ. വേറൊരു ടാബ്ലോയിഡ് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് ടാബ്ലോയിഡ് ഈ സീത, രാമായണത്തിലെ സീത, അതായത് സീത, ശ്രീരാമൻ, ലക്ഷ്മണൻ, പിന്നെ ഗുഹൻ എന്ന് പറഞ്ഞിട്ട് വനവാസക്കാലത്തുള്ളൊരു സംഭവമാണ്. ഒരു വഞ്ചിയിൽ ഇങ്ങനെ പോകുന്ന സംഭവം. അത് സീത ഞാനായിരുന്നു. ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു ശ്രീരാമൻ. ആൻ്റണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ആൻ്റണി ആയിരുന്നു ലക്ഷ്മണൻ. ഞങ്ങളുടെ പ്യൂണുണ്ട് ഗുഹൻ എന്ന് പറഞ്ഞിട്ട്, ബാലൻ സാറാണ്, ബാലൻ എന്നാണ് വിളിക്കുക, ബാലേട്ടൻ, ഭയങ്കര താടിയൊക്കെ വെച്ചിട്ടുള്ള ആളായിരുന്നു. അയാളായിരുന്നു ഗുഹൻ്റെ വേഷത്തിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ അഭിനയമൊക്കെ അന്ന് നടന്നു. ആ അഭിനയം നടന്നപ്പോൾ അന്ന് ഈ സക്കറിയ അനിയൻപുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അനിയൻപുള്ളിനെ കൊണ്ട് കൊച്ച സിനിമ കാണാൻ പോയി. കൊച്ച പറഞ്ഞു, നീ നമുക്ക് സിനിമ കാണാൻ പോകാം, അവൻ്റെ നാടകവും അവിടെ നടക്കുന്നത്. പുള്ളി അവനെയും കൂടി സിനിമ കാണാൻ പോയി. അങ്ങനെ ഞാൻ അതിൽ അഭിനയിച്ചു. പിന്നെ അടുത്ത വർഷം പിന്നെ ഞാൻ സ്ത്രീവേഷം കിട്ടി. അപ്പോൾ ചക്ക അവിടെ സ്കൂളിൽ പഠിക്കുക, ഞങ്ങളിവിടെ ഇതാക്കുക. അപ്പോൾ അതിന് ഞാൻ സ്ത്രീവേഷം കിട്ടി. അതിൽ പാഞ്ചാലിയായിരുന്നു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ഈ ദുശാസനൻ്റെ വേഷത്തിൽ വന്നത് ഈ ബാലൻ തന്നെ, ബാലേട്ടൻ തന്നെയാണ്
പുള്ളിക്ക് താടിയും മുടിയൊക്കെ ഉള്ളതുകൊണ്ട് വേഷം കെട്ടാനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം സ്ത്രീ വേഷം കെട്ടി. അതാണ് എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഒരു ആകെയുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇച്ചാക്ക അവിടെ നിന്ന് 10ാം ക്ലാസ് പാസ്സായി, തിരക്കില്ലാത്ത മാർക്കോട് തന്നെ പാസ്സായി കഴിഞ്ഞ് ഇച്ചാക്ക പ്രീ ഡിഗ്രിക്ക് തേവര കോളേജിൽ അഡ്മിഷൻ കിട്ടി. തേവര കോളേജിൽ പഠിക്കുന്ന സമയത്താണോ 10ാം ക്ലാസ്സിൽ കുരിശാകുന്നത്ത് പഠിക്കുന്ന സമയത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 1974 72 അത് ഏതൊരു കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ പാളിച്ചുകളെന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോയത്. അത് ചേർത്തലയിൽ ആണ് ഷൂട്ട് നടക്കുന്നത്. ചേർത്തലയിൽ എന്താ സ്ഥലത്തിൻ്റെ പേര്, മറന്നുപോയി. ചേർത്തലയിൽ വേറെ സംഭവം എന്ന് കഴിഞ്ഞാൽ എൻ്റെ വാപ്പാടെ പെങ്ങളുടെ ഒരു മോളുണ്ട് ജമീല, അവരൊക്കെ മരിച്ചുപോയി. അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ചേർത്തലയിലാണ്. അപ്പോൾ ചേർത്തലയിൽ മുനിസിപ്പാലിറ്റിയിലാണ് അളിയന് ജോലി. അതായത് ഇവിടെ കല്യാണം കഴിച്ചങ്ങനെ ആൾക്ക് മുനിസിപ്പാലിറ്റിയിലെ ജോലി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സിനിമയും ഫ്രീ ആയിട്ട് കാണാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്തലക്ക് പോകും. 2 തിയേറ്ററുണ്ട്, ഭവാനി തിയേറ്ററുണ്ട്, പ്രൊവിഡൻസ് തിയേറ്ററുണ്ട്, 2 തിയേറ്ററാണ്. അതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഈ 2 തിയേറ്ററിലും ഫ്രീ ആയിട്ട് സിനിമ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ പോകും. അങ്ങനെ ആ വഴിക്ക് പോയിട്ട് കാണിച്ചാൽ ഈ സിനിമയിൽ അഭിനയക്കാൻ പോകണം. അന്ന് പിന്നെ ആ കഥ അറിയാമല്ലോ, സിനിമയിൽ അഭിനയിച്ച് ശരിയല്ല. പക്ഷേ എനിക്ക് ഇച്ചക്ക പറഞ്ഞല്ലോ, അന്ന് സത്യനെ കണ്ടിരുന്നു. അപ്പോൾ സത്യൻ അവിടെ ഈ കയറുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്, കയർ ഫാക്ടറി തൊഴിലാളികളുടെ പ്രശ്നമാണ് അനുഭവങ്ങൾ പഠിച്ച സിനിമയിൽ പറയുന്ന കഥ. തൊഴിലാളി സമരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയാണ് പറയുന്നത് സത്യം. അപ്പോൾ സത്യമാഷ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചക എന്നൊന്നും അയാളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി സത്യമാഷിൻ്റെ കാലിൽ തൊട്ട് ഇങ്ങനെ നമസ്കരിച്ചു എന്ന് പറയുന്നു. അത് എനിക്കതിൻ്റെ വ്യക്തത കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും പുള്ളി. അങ്ങനെ ഇപ്പോൾ MTയോടൊക്കെ ഉള്ള പുള്ളിയുടെ ഒരു ബഹുമാനം ഒരു ഗുരു സ്ഥാനത്ത് കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ അന്ന് സത്യനോട് അങ്ങനെ കാണിച്ചിരിക്കാം, ചെയ്തിട്ടുണ്ടാവാം. അതേ സംഭവം പോലെ തന്നെ. അപ്പോൾ അന്ന് സത്യമാഷി എന്തിൻ്റെ എന്താ പറയുക, ഈ കയറ് അടുക്കി വെച്ചിട്ട് മേലെ കിടന്ന് എന്തോ ഒരു ചാക്കോമേറ്റ് വിരിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ സംഭവം ഇത് ആവർത്തിക്കപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ അമരത്തിൻ്റെ സെറ്റിലാണ്. അപ്പോൾ ഓമനപ്പുഴ കടപ്പുറത്ത് ഓമനപ്പുഴയിൽ ഓമനപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുക, അമരത്തിൻ്റെ ഷൂട്ടിംഗ്. അവിടെ ഞാൻ സിനിമാ സെറ്റുകളിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ട് പുള്ളീനെ കാണണമെങ്കിൽ സിനിമാ സെറ്റിൽ ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓമനപ്പുഴ അവിടെ ഒക്കെ ചെന്നപ്പോൾ ചകന നോക്കിയിട്ട് കാണാനല്ലോ. പുള്ളി അച്ചുവിൻ്റെ വേഷത്തിലാണല്ലോ, ഒരു ബിഗൊക്കെ വെച്ച് വേറൊരു വേഷത്തിലാണ്. അപ്പോൾ അവിടെ ഇവരുടെ കുടിലൊക്കെ പണിത് ഇങ്ങനെ സെറ്റിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ എന്താ പുള്ളി സത്യൻ്റെ കാര്യം പറഞ്ഞ പോലെ അവിടെ ഒരു ചാക്ക് വിരിച്ചിട്ട് ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക, ചാക്കിൻ്റെ പുറത്ത് കിടന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇത് രണ്ടും കൂടി പോകും. അത് അങ്ങനെ സത്യൻ അങ്ങനെ കയറ്റിൻ്റെ പോലെ കിടന്നെങ്കിൽ മമ്മൂട്ടി ചാക്കിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങിയല്ലേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ച് പോയെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. ആ സിനിമ വരുന്ന സമയത്ത് ഞങ്ങൾ ഇത് പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് നടപ്പുണ്ട്. നമ്മൾ അന്ന് സിനിമയിൽ അഭിനയിക്കാനൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം വല്ലതാണ്, ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ചാ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഞങ്ങളുടെ ചെമ്പിലും മമ്മൂട്ടി മാത്രമല്ല വേറെ 2 പേരും കൂടി അഭിനയിച്ചു. അത് അഗ്നിപർവ്വതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ ചുവന്ന പാട്ടിൽ സത്യനൊരു പാലത്തെ കൂടെ നടന്നു പോകുന്നുണ്ട്. ആ പാലത്തെ കൂടെ നടന്നുകൊണ്ട് ഞങ്ങളുടെ ചെമ്പിനും മുറിഞ്ഞവിടെ പാലത്തെ കൂടിയാണ്. പണ്ട് മധുസാറ് കാട്ടുപൂക്കളുടെ ഷൂട്ടിങ്ങിന് വന്ന ഒരു കഥ മമ്മൂട്ടി പറഞ്ഞില്ലേ, ചക പറഞ്ഞിട്ടില്ലേ, ആ മുറിഞ്ഞവിടെ പാലത്തിൻ്റെ അതിൽ കൂടി സത്യം നടന്നുകൊണ്ട് ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് 2 സ്ത്രീകൾ ഞങ്ങൾക്ക് പരിചയം, സ്ത്രീകൾ നടന്നുകൊണ്ട് അബദ്ധം വെച്ചാൽ പെട്ടതായിരിക്കും അവരതിൻ്റെ അകത്ത്. അവരും കൂടി അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ മധുസാറിനെ കാണാൻ ചക്ക വഞ്ചി തുഴഞ്ഞൊക്കെ പോയി. ഈ വഞ്ചി തുഴയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും പുഴയും ഇപ്പോൾ വീടിൻ്റെ പുറകിൽ വലിയ കായലും, ഈ കായലിൽ വഞ്ചി തുഴഞ്ഞും ഈ പുഴയിലുള്ള വഞ്ചിയിൽ പ്രധാന സഞ്ചാരമാർഗ്ഗവും. ഞങ്ങൾ ഉമ്മയുടെ വീട്ടിൽ പോകണമെങ്കിലും വാപ്പാടെ പെങ്ങളെ കുമ്പളത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോകണമെങ്കിലും ഞങ്ങൾക്ക് വഞ്ചി മാർഗ്ഗമേ പോകാൻ പറ്റുള്ളൂ. വഞ്ചിയാണ് ഏറ്റവും പ്രധാന ഒരു സഞ്ചാര ഇത് രീതി. ഞങ്ങളുടെ വാഹനം വഞ്ചിയിലാണ് പോകുക. അതൊക്കെ ഭയങ്കര രസമുള്ള സംഭവങ്ങൾ. ആ യാത്രകളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. അത് ഭയങ്കര രസമുള്ള യാത്രകളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വഞ്ചി വഴിച്ചൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുമായിട്ട് അതായത് പോയി ഓക്കെ. അപ്പോൾ അനുഭവങ്ങൾ പാളിച്ചകളിൽ ഈ 2 സ്ത്രീകളും കൂടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ചാക്ക മധുസാറിനെ കാണാൻ വേണ്ടി അത് കാട്ടുപൂക്കളുടെ ഷൂട്ടിങ് മാത്രമല്ല, ചെമ്പിൽ നടന്നിട്ടുള്ള 3 പടങ്ങളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടായിരിക്കാം, നമ്മൾ കണ്ടിട്ടില്ല. കാട്ടുപൂക്കൾ എന്ന് പറയുന്ന സിനിമ, പിന്നെ കായൽക്കരയിൽ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ചെമ്പിൽ മാളികയിൽ എന്ന് പറയുന്ന ഈ ചെമ്പിലരയന്മാർ എന്ന് കേട്ടിട്ടില്ലേ? ചെമ്പിലരയന്മാർ പണ്ട് മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന രാജഭരണം ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന അത്യാവശ്യം ഈ രാജാവിൻ്റെ പടത്തലവന്മാരോ വഞ്ചിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ പടത്തലവന്മാരാണ് ചെമ്പിലരയന്മാർ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഷൂട്ടിങ്. അന്ന് അവിടെ വെച്ചിട്ട് ഞാൻ കണ്ട ആളുകൾ PJ ആൻ്റണി,
അടൂർ ഭാസി, KP ഉമർ, ഷീല, ജയഭാരതി, രാഘവൻ, ഇത്രയും പേരാണ് അന്ന് അവിടെ അഭിനയിക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തമാശ എന്ന് വെച്ചാൽ ഈ മാളിക വീടിൻ്റെ തൊട്ട് പുറകിൽ കായലാണ്. ഈ കായലിനോട് ചേർന്ന് കായലിൻ്റെ കണക്റ്റായിട്ട് തോടുണ്ട്. ആ തോടിൻ്റെ അവിടെ ഈ കായലിൻ്റെ തീരത്തുള്ള തെങ്ങുകളൊക്കെ ചരിഞ്ഞായിരിക്കും നിൽക്കുക. അത് ഈ വെളിച്ചത്തിലേക്ക് വെളിച്ചം നോക്കി വളഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ജയഭാരതി ചാരി നിന്ന് പാട്ടുപാടി ഒരു സീൻ എടുത്തു തന്നു. കുറേ കാലം ആൾക്കാർ ആ തെങ്ങ പോയി തൊടുകയായിരുന്നു. ജയഭാരതി ചാരി നിന്ന് തെങ്ങാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം പോലെയാണ്. അത് അത്ഭുതം തന്നെയാണ് കേട്ടോ. സിനിമ നടന്മാരെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനും അനിയനും കൂടി അന്ന് ഇങ്ങനെ സിനിമ ഷൂട്ടിങ് കാണാൻ വേണ്ടി പോയി. സിനിമ ഷൂട്ടിങ് കാണാൻ വേണ്ടി പക്ഷേ ഈ മാളികയുടെ മുകളിലത്തെ നിലയിൽ ഷീല നിൽപ്പുണ്ട്, ജയഭാരതി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവർ മേക്കപ്പിൻ്റെ കഥയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഷീലയും ജയഭാരതി നല്ല ബിളുബിളുകളാന്നിരിക്കുക. മേക്കപ്പാണ് നമുക്കറിയില്ല. മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അവരൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളവരായിരിക്കും. അപ്പോൾ ഞാനും അനിയനും ഇട്ടിരിക്കുന്ന ഒരേ കളർ ഷർട്ടാണ്, ഒരു പച്ച കളർ ഷർട്ടാണ്, അതായത് ഒരു ഒലിവ് ഗ്രീൻ ഷർട്ടാണ്. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജയഭാരതി ഞങ്ങളെ ചൂണ്ടി ശീലാമ്മടുത്ത് എന്താ പറഞ്ഞത് നമുക്കറിയില്ല. അതൊക്കെ നല്ല ഓർമ്മകളായിട്ട് മനസ്സിൽ നിൽപ്പുണ്ട് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ സിനിമ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സിനിമ വരികയാണോ, പതുക്കെ സിനിമയിലേക്ക് നമ്മളിങ്ങനെ ആകർഷിക്കപ്പെടുകയാണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ കാട്ടുപൂക്കൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ്, കായൽക്കരയിൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ് കൂടാതെ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഷൂട്ടിംഗ് നടന്നത്, മൂവി മായ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അത് ഭയങ്കര സെറ്റപ്പായിരുന്നു. കാരണം ഒരുപാട് വാഹനങ്ങളും ഒരുപാട് ഔട്ട്ഡോർ യൂണിറ്റുകളും ഈ ജനറേറ്ററും അതും ഇതുമൊക്കെ വെച്ചിട്ട് കുറേ ആനകൾ എന്തൊക്കെയോ അതൊക്കെ നേരിയ ഓർമ്മയുള്ളൂ. അങ്ങനെ 3 പടത്തിൻ്റെ ഷൂട്ടിങ് ഞങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പിന്നീട് നടന്നത് ഈ കുട്ടി ശ്രാങ്കിൻ്റെ ഷൂട്ടൊക്കെ നടന്നത് ആ ഭാഗത്തൊക്കെ, ചെമ്പിലല്ല, ചെമ്പിലുമായിട്ട് അടുത്ത പ്രദേശങ്ങളിലൊക്കെ. പിന്നെ കുറേ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട്. 1918 ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സിനിമ വന്നില്ലേ, ആ സിനിമയൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ സിനിമ പതുക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രവേശിക്കുകയാകും. അങ്ങനെ വെച്ചാൽ പിന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് പിന്നെ വേറൊരു സിനിമയിൽ അഭിനയിച്ചത് കാലചക്രം. അത് കോളേജ് പഠിക്കുന്ന സമയത്ത്, ലോ കോളേജ് പഠിക്കുമ്പോൾ സമയത്താണ് കാലചക്രം വെച്ചത്. അപ്പോൾ കാലചക്രത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഷൂട്ടിങ് കഴിഞ്ഞാൽ റൂമിലേക്ക് അല്ലെങ്കിൽ താമസ സ്ഥലത്തേക്കോ എങ്ങോട്ടാണ് പോകുന്ന സമയത്ത് ജയഭാരതി കയറിയ കാറിലാണ് ഇങ്ങനെ ഭാരതി ചക്ക കയറിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭാരതി ഏതൊക്കെ പിള്ളേരൊക്കെ ലോ കോളേജിൽ നിന്നൊക്കെ സിനിമ കാണാൻ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതൊക്കെ ഉള്ള നേരിയ ഓർമ്മകൾ ചക്ക ഇങ്ങനെ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ പിന്നീട് അവരുടെ നായകനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ സിനിമയുടെ ഒരത്ഭുതം. അപ്പോൾ സിനിമ എന്ന അത്ഭുതത്തിലേക്ക് ഞങ്ങൾക്ക് സിനിമ ഒരു അഭിവാജ്യ ഘടകമായിട്ട് ഞങ്ങളിലേക്ക് വരികയാണ്. ഇനി സിനിമാ പ്രവേശനത്തിൻ്റെ കഥകൾ ഏറെയുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന ആളുകളാണ്. ഓരോരുത്തരും എങ്ങനെയാണ് സിനിമയിലേക്ക് വന്ന് പെട്ടത്, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ളിലേക്ക് എങ്ങനെ കടന്ന് കയറി എന്നുള്ള അനുഭവങ്ങളും അതിൻ്റെ രസകരമായ കഥകളുമുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരവസ്ഥയിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. താങ്ക് യു.